അപ്പോൾ രണ്ടാം പടിയിൽ വി കെയിം ടു ബി ബിലീവ് എന്നുള്ള സാധനത്തിൽ അവെയർന്നും കൂടി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. വി കെയിം ടു ബി അവെയർ ദാറ്റ് പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ് കുഡ് റീസ്റ്റോർ അസ് ടു സാനിറ്റി. അപ്പോൾ ഒരു മനസ്സിലാക്കൽ, അല്ലെങ്കിൽ ഒരു വിശ്വസിക്കൽ എന്നതിനൊക്കെ ഒരു മനസ്സിലാക്കലാണ് നമ്മൾക്കിവിടെ വേണ്ടത്. അതോടൊപ്പം നമുക്ക് സാനിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാം. മലയാളത്തിൽ സാനിറ്റിക്ക് ആരോഗ്യം എന്നുണ്ട്, മാനസിക ആരോഗ്യമുള്ളൊരവസ്ഥ എന്നുണ്ട്, യുക്തിബോധമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധി സ്ഥിരത എന്നുണ്ട്, വിവേകം എന്നുണ്ട്, വെളിവെന്നുണ്ട്, സുബുദ്ധി എന്നുണ്ട്, അല്ലെങ്കിൽ സ്വസ്ഥ ബുദ്ധി എന്നുണ്ട്. അങ്ങനെ സോബറിറ്റി എന്നതിനേക്കാൾ സാനിറ്റി എന്ന വാക്കാണ് രണ്ടാം പടിയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു പ്രീ ഡിറ്റർമിനേഷനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡെഫിനേഷനോ ഹയർ പവറിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഓരോ ആളുകൾക്കും അവരുടെ നിർവചനം അല്ലെങ്കിൽ ഹയർ പവറിനെ കുറിച്ചുള്ള നിർവചനം വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു മതപരമായ കാഴ്ചപ്പാടല്ല, ഒരു സ്പിരിച്വൽ കാഴ്ചപ്പാടിലൂടെയാണ് ഹയർ പവറിനെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ബുദ്ധിസം ആയാലും അവർക്ക് സർട്ടൻ കൺസെപ്റ്റുകളെല്ലാം ഉണ്ട്, ചില പ്രാർത്ഥനകളുണ്ട്, ചില പ്രാക്ടീസുകളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലെല്ലാം ഉപരിയായിട്ടുള്ള ഒരു ഹയർ പവറിൻ്റെ ചിന്തകളാണ്. ഒരു റിലീജിയസ് കൺസെപ്റ്റിൽ ചിലർ ചർച്ചുകളിൽ പോകുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മോസ്കിൽ പോകുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് അത് ആ ബിലീഫിൽ തുടരുന്നു എന്ന രീതിയിലാണ്. പക്ഷേ ആൽക്കഹോളിസത്തിൻ്റെ സ്പിരിച്വാലിറ്റി എന്നുള്ളതിന് കൂടുതൽ അഭികാമ്യം മോറൽ സൈക്കോളജിയാണ്. അതായത് ഒരു ധാർമ്മിക മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ധാർമ്മികതയിലൂന്നിയ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാനിറ്റി എന്ന് പറയുന്ന മാനസിക ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് ഒരു ആൽക്കഹോളിക്കിനെ എത്തിക്കുന്നത് ഹയർ പവറാണ്. അതായത് ആദ്യത്തെ കുടിയിലേക്ക് ഒരു ഡിഫൻസ്, മെൻ്റൽ ഡിഫൻസ് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് അത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഈ ഹയർ പവർ കിട്ടിയേ തീരൂ. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് അഡിക്ഷനിൽ നിന്നുള്ള റിക്കവറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ തനിയെ ആണ് എന്നതാണ് അഡിക്ഷൻ നമ്മളോട് പറയുന്നത്. പക്ഷേ സ്പിരിച്വാലിറ്റി പറയുന്നത്, അല്ലെങ്കിൽ റിക്കവറി പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനാണ്. അപ്പോൾ റിക്കവറിയിൽ ഈ മോട്ടിവേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. നമുക്കറിയാം, നമ്മുടെ സുബോധാവസ്ഥയിൽ നമ്മളെ ഓരോരുത്തരും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പോൺസർ ആയിക്കോട്ടെ, മീറ്റിങ്ങിൽ കടന്നു വരുന്ന ഓരോ ആൽക്കഹോളിക്സ് അനോണിമസ് അംഗങ്ങളാകട്ടെ. അപ്പോൾ ആ മോട്ടിവേഷനിലൂടെയാണ് എനിക്കിനി കുടിക്കേണ്ടതില്ല, എനിക്കൊരു ഹയർ പവറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു തിരിച്ചറിയിൽ, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമുള്ള, ഒരു സന്തോഷമുള്ള, ഒരുപാട് ആനന്ദം ലഭിക്കുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു അഭിവാഞ്ച നമ്മളിൽ സൃഷ്ടിക്കുന്നത് ഈ മോട്ടിവേഷനിലൂടെയാണ്. നമ്മുടെ ലക്ഷ്യം ഹാപ്പിനെസ്സിലേക്കുള്ള യാത്രയാണ്, സമാധാനത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരാളുടെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ട് ബിലീവിനെ നമ്മൾ വിശ്വസിക്കണമെന്നില്ല. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ ദൈവത്തിനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് പറയാനുള്ള അവകാശമില്ല. അല്ലെങ്കിൽ മറ്റൊരാൾ അയാളുടെ ബുദ്ധനായിട്ടുള്ള ദൈവത്തിനെ എനിക്ക് തരേണ്ട ആവശ്യമില്ല. എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന, എനിക്ക് സമാധാനമുണ്ടാക്കുന്ന ഒരു ഹയർ പവറിൽ വിശ്വസിക്കണമെന്നുള്ള ചെറിയൊരു കാര്യം മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുള്ളൂ. പലപ്പോഴും ക്രിസ്ത്യാനിറ്റിയുടെ പ്രോഗ്രാമാണ്, റിലീജിയസ് പ്രോഗ്രാമാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് AA. പക്ഷേ തുടർച്ചയായിട്ടുള്ള AA ജീവിതത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതിന് മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഹയർ പവർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തന്നെയുള്ള കാരണം നമ്മൾക്ക് ഏത് ദൈവത്തിനെയും ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനും ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവനും ഏതിൽ തുടരാൻ സാധിക്കും. അപ്പോൾ സ്റ്റെപ്പ് 2-ലും സ്റ്റെപ്പ് 3-ലും സ്റ്റെപ്പ് 5-ലും സ്റ്റെപ്പ് 6-ലും സ്റ്റെപ്പ് 7-ലും സ്റ്റെപ്പ് 11-ലും നമുക്ക് ഈ ദൈവത്തിൻ്റെ ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഈ ഹയർ പവറിൻ്റെ ഒരു നിർവചനം എന്ന് പറയുന്നത് അതൊരു ഈസി വേയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിർവചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ റിക്കവറിയിലെ അംഗങ്ങൾ, അല്ലെങ്കിൽ 12 സ്റ്റെപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ അവരുടെ കൺസെപ്റ്റിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലെങ്കിൽ നിർവചിക്കാറുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ ഫോളോ ചെയ്യുമ്പോൾ
ബുദ്ധിസ്റ്റിൻ്റെതായ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഒരു എത്തിയിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ രീതിയിലാണ് ഹയർ പവറിനെ കാണുന്നത്. അപ്പോൾ ഹയർ പവറിനെ അല്ലെങ്കിൽ ദൈവം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ പലരും പല രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർവചനം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലിലും ഡിപ്പെൻഡൻ്റ് ആണ് ഇത്. ഹയർ പവർ എന്നുള്ള ആശയം അയാൾക്ക് തീരുമാനിക്കാം, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നത് പോലെ അയാൾക്ക് ഈ ഹയർ പവറിനെ നിർവചിക്കാനുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് ആൽക്കഹോളിക്സ് അനോണിമസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു റൂൾസോ പ്രത്യേക നിയമങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ശക്തി ഉണ്ടെന്നുള്ള പറച്ചിലൊന്നുമില്ല. ആ ഇൻഡിവിജ്വലിൻ്റെ പവർ ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഷിബുവിനേക്കാളും വലിയൊരു ശക്തിയെന്ന് ഷിബു എന്ത് വിശ്വസിക്കുന്നു അതിന് ഉള്ള സ്വാതന്ത്ര്യം എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഹയർ പവറിൽ വിശ്വസിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ബിലീവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവയർനെസ് നേടാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അഡിക്ഷനിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം ഓരോരുത്തർക്കും ഈ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസ് അല്ലെങ്കിൽ പവർ ഗ്രേറ്റർ ദാൻ ദം സെൽസ് ഒരു ശക്തി തരുന്നതിന് വേണ്ടിയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം നേടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ പവർ ഗ്രേറ്റർ ദാൻ അവർ സെൽസിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഉന്നത ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾ നമ്മളോട് ചെയ്യുന്ന ഉപദ്രവത്തിനെ സ്നേഹത്തോടെ നേരിടാൻ സാധിക്കും. അല്ലെങ്കിൽ അതൊരു ചലഞ്ചായിട്ട് മാറുകയില്ല, റിസെൻമെൻ്റായിട്ട് നീരസമായിട്ട് മാറുകയില്ല. അതുപോലെ തന്നെ റിക്കവറിയിലുണ്ടാകുന്ന ഒരു ചലഞ്ചുകളെല്ലാം ഫേസ് ചെയ്യാനായിട്ട് അയാൾക്ക് സാധിക്കും. ഒരു ഹയർ പവറിൻ്റെ അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ അറിവ് നേടുന്നതിനുള്ള എല്ലാ സോഴ്സുകളും അയാൾ സ്വീകരിക്കും, അല്ലെങ്കിൽ സഹായം അയാൾ സ്വീകരിക്കാൻ തയ്യാറാകും. ഹയർ പവറിൽ വിശ്വസിക്കുന്ന ഒരാൾ ഈ പറയുന്ന അഡിക്ഷനായിട്ടുള്ള മദ്യത്തിൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്വഭാവം തീർച്ചയായും തൻ്റെ ഉന്നത ശക്തിക്ക് അല്ലെങ്കിൽ അവനവൻ്റെ ഷോൾഡറിലിരുന്ന ആ റിക്കവറിയുടെ അഡിക്ഷൻ്റെ ആ ഭാരം ലിഫ്റ്റ് ചെയ്ത് മറ്റൊരു ഷോൾഡറിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതാണ് ഉന്നത ശക്തിയിൽ കണ്ടെത്തിയാലുള്ള മറ്റൊരു ഗുണം. അപ്പോൾ ഒരു പുതിയ അപ്രോച്ച് അല്ലെങ്കിൽ ജീവിതത്തോടുള്ള പുതിയൊരു സമീപനമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു പുതിയ മെമ്പർക്ക് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പർക്ക് പോകുന്നത്. അല്ലെങ്കിൽ ലെറ്റ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിട്ടുകൊടുക്കാനും ഇറ്റ് ഷാൾ ടു പാസ്, ഇത് കടന്നു പോകുന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരുന്നത് ഇൻഡിവിജ്വലി ഹയർ പവറിലേക്കുള്ള വിശ്വാസം കടന്നു വരുമ്പോഴാണ്. അവർ നന്മ ചെയ്യുന്നവന് നന്മയും തിന്മ ചെയ്യുന്നവന് തിന്മയുമാണ് ഫലമെന്ന് വിശ്വസിക്കുന്നവരാണ് ഹയർ പവറിൽ വിശ്വസിക്കുന്നവർ. അപ്പോൾ ഒരാൾ റൈറ്റ് തിങ് ചെയ്താൽ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് ശരിയായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഈ രണ്ടാം പടി ഒരു AA മെമ്പറെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പീസ് ഓഫ് മൈൻഡിനും അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിനുമുള്ള യാത്രയിലെ ആദ്യത്തെ പരിപാടിയാണ് ഒരു ഹയർ പവറിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അഡിക്ഷനിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എനിക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ഞാൻ മരിക്കാനാണ് നല്ലത് എന്ന് വിചാരിച്ചിരുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഈ പറയുന്ന ഒരു ഹയർ പവറിലേക്കുള്ള വിശ്വാസം ജീവിക്കാനുള്ള ഒരു അഭിവാഞ്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ ഈ പുതിയ അപ്രോച്ച് ജീവിതത്തെ കൂടുതൽ ഭംഗിയാക്കുകയും റിലാപ്സിൽ നിന്നുള്ള റിസ്കിൽ സംരക്ഷിക്കുകയൊക്കെ ചെയ്തത് തീർച്ചയായും ഈ ഹയർ പവറിലേക്കുള്ള ഒരു സ്പിരിച്വൽ പാത്ത്, ഒരു ആത്മീയ പാത സ്വീകരിക്കാനും അത് എൻ്റെ ജീവിതത്തിൽ കടന്നു വരാവുന്നത് കാണുന്നത് കൊണ്ടും അങ്ങനെ സന്തോഷകരമായൊരു ജീവിതം ഞാൻ ഉണ്ടാക്കിയെടുക്കാനും ശ്രമിച്ചതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും ഒരു സോബറായിട്ടുള്ള ഒരാൾക്ക് ഒരു സ്പിരിച്വൽ പാത്ത് ആവശ്യമുണ്ട്. അതിനകത്ത് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സ്പിരിച്വൽ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മോറൽ സൈക്കോളജി എന്ന് പറയുന്ന ധാർമ്മിക മനഃശാസ്ത്രത്തെ ഉദ്ദേശിച്ചാണ്. അതായത് സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി സ്വഭാവ രൂപീകരണം നടത്തുകയാണ്. അവർ വളരെ സ്നേഹമുള്ളവരും ഒരു മാനസിക ആരോഗ്യമുള്ളവരുമായിട്ട് മാറുകയാണ്. ഒരു മതപരമായിട്ടുള്ള ചിട്ടയിൽ ജീവിക്കുന്ന ഒരാൾ ഒരുപക്ഷെ സ്പിരിച്വാലിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാകണമെന്നില്ല. ഒരു സ്പിരിച്വാലിറ്റിയിൽ ജീവിക്കുന്ന ആൾ തീർച്ചയായും അയാളുടെ ജീവിതത്തിലെ ചില അണ്ടർസ്റ്റാൻഡിങ്ങും ജീവിതത്തിലേക്കുള്ള ചില മനസ്സിലാക്കലുകളും
മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അയാൾക്കുണ്ടാവും. മീനിങ് ഓഫ് ലൈഫിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അങ്ങനെ മതപരമായിട്ടുള്ള വിചാരിക്കുന്നവരെക്കാളും കൂടുതലായി സ്പിരിച്വലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് കൂടുതൽ സെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി ഉണ്ടാവും. അവർക്ക് അവർ പ്രത്യേകതരം ഒരു റൂൾസോ ഒരു റെഗുലേഷനോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ റിലീജിയസ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരാളായിരിക്കണമെന്നില്ല. ഈ സ്പിരിച്വാലിറ്റിയുള്ള മനുഷ്യൻ സെൽഫിഷ്നെസ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് സ്വാർത്ഥത താല്പര്യമുണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലൊരു ഇന്നർ പീസ് അനുഭവിക്കുന്ന ആളായിരിക്കും. അയാളൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മോറൽ സൈക്കോളജി, ഒരു ധാർമ്മികത പുലർത്തുന്ന ഒരാളായിരിക്കും. അങ്ങനെ ആൽക്കഹോൾ എന്ന് പറയുന്ന ഈ അഡിക്ഷനിൽ നിന്ന് വിട്ട് ഒരു നല്ല ജീവിതം, നിയന്ത്രണവിധേയമായൊരു ജീവിതം അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാളാണ് ഈ സ്പിരിച്വാലിറ്റിയിൽ താല്പര്യമുള്ള ആൾ. അപ്പോൾ ഹയർ പവറിനെ കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്താഗതികളിൽ നമുക്ക് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രഷർ അനുഭവപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു റൈറ്റ് വേ അല്ലെങ്കിൽ ഇതാണ് ശരിയായ വഴി എന്ന രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു സ്ഥലത്തും പറയുന്നില്ല. ഇത് ഒരു തുടക്കമാണ്, അല്ലെങ്കിൽ ഒരു സ്ലോ പ്രോസസ്സാണ്. ഇത് വികസിച്ച് വരുന്നതാണ്. അവനവനിൽ തന്നെ ഒരു ക്ലിയർ പിക്ചറായിട്ട് അവനവൻ്റെ ഉള്ളിൽ ഈ ഹയർ പവർ അർത്ഥതലങ്ങളിൽ എത്തിച്ചേരും. അതേസമയം നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നമുക്ക് മറ്റ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, എന്താണ് ഈ ഹയർ പവർ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല. ഇനി നമുക്ക് ഹയർ പവറിനെ കുറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം, മോർ അബൌട്ട് ആൽക്കഹോളിസം എന്ന് പറയുന്ന പേജ് നമ്പർ 43 ഹിസ് ഡിഫൻസ് മസ്റ്റ് കം ഫ്രം എ ഹയർ പവർ. അവൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ അവന് അത് ആൽക്കഹോളിസം എന്ന ഇതിനെ നേരിടണമെങ്കിൽ അതിൻ്റെ ശക്തി കടന്നു വരേണ്ടത് ഹയർ പവറിൽ നിന്നാണ്, ഉന്നത ശക്തിയിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ 12 and 12 പേജ് 5 പറയുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ആസ് ഹയർ പവർ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരു ഹയർ പവറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. 12 and 12 തന്നെ സ്റ്റെപ്പ് 3 പറ്റി പറയുമ്പോൾ പേജ് നമ്പർ 5 ടേണിങ് അവർ വിൽ ഓവർ ടു ഹയർ പവർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 12 and 12 തന്നെ പേജ് നമ്പർ 8 മെഡിറ്റേഷൻ ആൻഡ് പ്രയർ മെയിൻ ചാനൽസ് ടു ഹയർ പവർ, അതായത് പ്രാർത്ഥന, ധ്യാനം എന്നിവയാണ് ഹയർ പവറിലെത്താനുള്ള മെയിൻ ചാനൽ എന്ന് പറയുന്നുണ്ട്. സ്റ്റെപ്പ് 2 പേജ് 27 യു ക്യാൻ ഇഫ് യു വിഷ് മേക്ക് എ ഇറ്റ് സെൽഫ് യുവർ ഹയർ പവർ, എ തന്നെ ഒരു ഹയർ പവറായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടാമെന്ന് പറയുന്നുണ്ട്. 12 and 12 സ്റ്റെപ്പ് 3 പറ്റി പറയുമ്പോൾ പേജ് നമ്പർ 38 പേജ് നമ്പർ 38 പറയുന്നത് ഇങ്ങനെയാണ്, എ ഗ്രൂപ്പിനോടോ അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയോടോ ഉള്ള ആശ്രയത്വം ആപൽക്കരമായ ഒരു ഫലവും ഉണ്ടാക്കിയിട്ടില്ല. അടുത്തതായിട്ട് ഹയർ പവറിനെ കുറിച്ച് പറയുന്നത് പേജ് നമ്പർ 39 12 and 12 വലിയ ശക്തിയിലുള്ള അവരുടെ ആശ്രയത്വം പ്രവർത്തിച്ചു. ഈ ആശ്രയത്വം അവർക്കൊരു ദൗർബല്യമായിരുന്നില്ല, മറിച്ച് അവരുടെ കരുത്തിൻ്റെ പ്രധാന ഉറവിടമായിരുന്നു. പേജ് നമ്പർ 107 പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് നമ്മെ സുബോധത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് കാരണം നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഒരു ഉന്നത ശക്തി അപ്രകാരം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് 2ാം പടിയിൽ നമ്മൾ കാണുന്നു. പിന്നെ ഹയർ പവറിനെ പറ്റി പറയുന്നത് അനുബന്ധങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ബുക്കിൽ അത് പേജ് നമ്പർ 570, മലയാളം ബുക്കിൽ 217. ഒരു കുരിശു യുദ്ധക്കാരോ മദ്യനിരോധനക്കാരോ അല്ല. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് മദ്യപിച്ചുകൂടാ എന്നവർക്കറിയാം. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരെയും അവർ സഹായിക്കുന്നു. ഈ ചുറ്റുപാടിൽ മദ്യപൻ പലപ്പോഴും അവനെപ്പറ്റി തന്നെയുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നു. വലിയൊരു ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കുകയും അതോടൊപ്പം മറ്റ് മദ്യപന്മാരൊത്തുള്ള പ്രവർത്തനങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഓരോ ദിവസവും അവൻ സുബോധാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു. ദിവസങ്ങൾ കൂട്ടിച്ചേർത്ത ആഴ്ചകളും ആഴ്ചകൾ ചേർത്ത മാസങ്ങളും വർഷങ്ങളുമാക്കുന്നു. ഡോക്ടർ ജോൺ എഫ് സ്റ്റോഫൻ, ചീഫ് സൈക്കാട്രിസ്റ്റ്, ഫിലാഡൽഫിയ ജനറൽ ഹോസ്പിറ്റൽ. അപ്പോൾ അവർ നൽകിയ ഒരു കത്തിൽ നൽകിയിരിക്കുന്ന കാര്യമാണ്.
പിന്നെ ഹയർ പവറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് പേജ് നമ്പർ 28 അതിങ്ങനെയാണ് പറയുന്നത്. മദ്യപാനാസക്തിയിൽ നിന്ന് മുക്തരായി പറഞ്ഞറിയിക്കാനാകാത്ത വിധം ജീവിതങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ട് ഒരു വലിയ ശക്തിയിൽ അവർ വിശ്വസിച്ചു തുടങ്ങുകയും ഭൂരിഭാഗം പേരും ഈശ്വരനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. 2-ാം പടിയുടെ ഒരു ഭാഗമായിട്ട് പറയുന്നതാണ്. അതിനകത്ത് പേജ് നമ്പർ ആൽക്കോളിസംസിൻ്റെ പേജ് നമ്പർ 99 പറയുന്നുണ്ട്, മറ്റുള്ളവർ എന്തു പറയുന്നു അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു എന്ന് നോക്കാതെ തനിക്ക് സഹായകരമായ നിലയിലും ദയാവായ്പോടുകൂടിയും സുബോധാവസ്ഥ നിലനിർത്തിയും ജീവിക്കാൻ തനിക്ക് കഴിയുമെന്ന് കാണിച്ചാൽ ഈ വക കാര്യങ്ങളൊക്കെ ശരിയായ സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ശരിപ്പെട്ടുകൊള്ളും. അവിടെ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, നിങ്ങളെക്കാൾ ഒരു വലിയ ശക്തിയുടെ ആജ്ഞകൾ അനുസരിക്കുക. നിങ്ങൾ ഏതവസ്ഥയിലുമാകട്ടെ വർത്തമാനകാലത്തിൽ നിങ്ങൾ ഒരു അത്ഭുത ലോകത്തിൽ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്.